ചെണ്ടക്കാരുടെ നാടെന്ന കീർത്തി കേൾക്കാൻ ഉദുമ കൊക്കാൽ നിവാസികൾ നടത്തിയ പരിശ്രമം ലക്ഷ്യം കണ്ടു. ഷൺമുഖ ക്ലബിന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളത്തിൽ പരിശീലനം പൂർത്തിയാക്കിയ ഇവിടുത്തുകാർ വിപുലമായ രീതിയിൽ അരങ്ങേറ്റവും നടത്തി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഒരു വീട്ടിൽ ഒരു വാദ്യക്കാരൻ എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കൊക്കാലിലെ നാട്ടുകാർ ചെണ്ട കൊട്ടാൻ പഠിച്ചത്. പ്രായലിംഗ ഭേദമില്ലാതെ പരമാവധി പേർ പരിശീലനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും കൂലിവേലക്കാരുമെല്ലാം കൂട്ടത്തിലുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 10-നായിരുന്നു പരിശീലനത്തിന്റെ തുടക്കം. ഷൺമുഖമഠത്തിന്റെ തിരുമുറ്റമായിരുന്നു പരിശീലന വേദി. 10 മാസത്തോളം നീണ്ട പഠനത്തിലൂടെ ഗണപതിക്കൈയും തകിടയും തരികിടയും ചെമ്പടയും ത്രിപുടയും മാത്രമല്ല പഞ്ചാരി 4-ാം കാലും 5-ാം കാലും സ്വായത്തമാക്കിയാണ് ഇവർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കളരിയിൽ വെച്ച് തന്നെ അരങ്ങേറ്റവും നടത്തിയത്. ആളുകളുടെ പങ്കാളിത്തം കൊണ്ടും അരങ്ങൊരുക്കത്തിന്റെ പ്രൗഢി കൊണ്ടും ശ്രദ്ധേയമായ അരങ്ങേറ്റത്തിന് നാന്ദി കുറിച്ച് പാലക്കുന്ന് കഴകം ഭവതിക്ഷേത്രം സ്ഥാനികൻ കപ്പണക്കൽ കുഞ്ഞിക്കണ്ണൻ നായത്താർ, വെണ്ണിക്കുന്ന് ഭവതിക്ഷേത്രം സ്ഥാനികൻ ഭരതരാജമടയൻ, കുഞ്ഞിക്കണ്ണൻ കാരണവർ, ഷൺമുഖമഠം പ്രസിഡന്റ് വി ബാലകൃഷ്ണൻ, ഷൺമുഖ ക്ലബ്ബ് സെക്രട്ടറി സുനിൽകുമാർ, പരിശീലകൻ വിശ്വനാഥൻ എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ഷൺമുഖ ക്ലബ്ബാണ് സ്വന്തം നാട്ടുകാരെ ചെണ്ടമേളക്കാരാക്കാനായി സൗജന്യ പരിശീലനത്തിന് വേദിയൊരുക്കിയത്. കരിങ്കൽ പാളികളിൽ പുളിമരത്തിന്റെ കോലുകൾ കൊണ്ട് കൊട്ടിയായിരുന്നു ആദ്യഘട്ട പഠനം. കൈവഴക്കം വന്ന് താളം ഹൃദിസ്ഥമായതോടെ പരിശീലനം ചെണ്ടയിലേക്ക് മാറ്റി. പ്രധാനമായും വൈകുന്നേരങ്ങളിലായിരുന്നു പഠനം. ശനിയും ഞായറും പൊതു അവധി ദിനങ്ങളിലും രാത്രി 7 മണി മുതൽ 9 മണി വരെയും കൊട്ടിപ്പഠിപ്പിച്ചു. കൂടാതെ വേനലവധിക്കാലത്തും തിങ്കളൊഴികെയുള്ള എല്ലാ ദിവസവും ഇതേ സമയം പഠനം നടന്നിരുന്നു. ഇതിനു പുറമെ മുതിർന്നവർക്ക് മിക്ക ദിവസങ്ങളിലും സമയാനുസൃതമായി പ്രത്യേക പരിശീലനത്തിനും അവസരമൊരുക്കി. ക്ലബിന്റെ പരിപൂർണ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് മികച്ച രീതിയിൽ പരിശീലനം പൂർത്തിയാക്കാനും അരങ്ങേറ്റം നടത്താനും കഴിഞ്ഞതെന്ന് സമീപവാസി കൂടിയായ ഗുരു വിശ്വനാഥൻ പറഞ്ഞു. നാടിൻ്റെ നാനാഭാഗത്തുള്ള കുട്ടികളും രക്ഷിതാക്കളും അതേപോലെ വീട്ടമ്മമാരും കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ട്. ഏകദേശം 6 വയസ്സ് മുതൽ ഒരു 50 വയസ്സ് വരെയുള്ള ആൾക്കാർ ഈ ചെണ്ടമേള അഭ്യസിക്കാൻ വന്നിട്ടുണ്ടായി. ഏകദേശം തുടങ്ങുമ്പോൾ ഒരു 85ഓളം 90ഓളം കുട്ടികളുണ്ടായിരുന്നു. കുട്ടികളും രക്ഷിതാക്കളും കുറച്ച് അസൗകര്യ നിമിത്തം അവർ വരാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം വന്നിന്. കാരണം അവരെ സ്കൂളിൻ്റെ വിദ്യാഭ്യാസത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒഴിവുള്ള ദിവസങ്ങളും അത് ക്രിസ്മസ് ഓണം വെക്കേഷനിലാണ് ക്ലാസ് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പൂർത്തിയാക്കിയ ഒരു അരങ്ങേറ്റം ഇന്ന് കഴിച്ചു. അപ്പോൾ അതിന് നമ്മുടെ ക്ലബിൻ്റെ എല്ലാ സഹകരണവും കിട്ടിയതിന് പ്രാഥമികമായിട്ട് പറഞ്ഞാൽ ഇതിന് ആദ്യം ഒരുക്കേണ്ടത് ഇതിൻ്റെ കല്ലുകൾ കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. നമ്മുടെ അച്ചേരിയിലത്തെ പ്രവാസി സംഘടനകളുടെ ബന്ധപ്പെട്ടിട്ടാകുമ്പോൾ അവരാണ് നമുക്ക് ഈ കല്ല് തന്നെ സഹായിച്ചത്. പിന്നെ പുളിയുടെ മുട്ടി ഇതൊക്കെ നമ്മുടെ ക്ലബിൻ്റെ ആൾക്കാർ തന്നെ എല്ലാവരും കൂടി തയ്യാറാക്കിയാണ് കൊണ്ട് തന്നിട്ടുള്ളത്. ഇപ്പോൾ ക്ലബിൻ്റെ നല്ല പരിപൂർണ്ണ സഹകരണം എല്ലാ മേഖലയിലും നമ്മൾ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത് ജീവകാരുണ്യ മേഖലയിലൊക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മൾ ഈ പ്രസിദ്ധ ഒരു ക്ലബ്ബാണ് ഈ ക്ലബ്ബ്. അപ്പോൾ ഇന്ന് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏകദേശം ഈ നാട്ടിലേക്ക് തന്നെ ഒഴുകിയെത്തി ഈ അരങ്ങേറ്റം ഭംഗിയായി കണ്ടു എന്നാണ് വിശ്വാസം. 6 വർഷം മുമ്പും ഒരു സംഘം ഇതുപോലെ ഇവിടെ നിന്നും സൗജന്യമായി ചെണ്ടമേളം പഠിച്ചിറങ്ങിയിരുന്നു. ഇവരിൽ പലരും ഇപ്പോൾ അറിയപ്പെടുന്ന മേളക്കാരാണ്. മാത്രമല്ല
ആദ്യ സംഘത്തിലെ നിഖിൽ രാഘവൻ, അഭിഷേക്, ശിവൻ, അഭിലാഷ്, നിതീഷ് തുടങ്ങിയവർ ഇത്തവണ ഗുരുവിൻ്റെ സഹായികളായും കൂടെ നിന്നു. ഒരു 10 മാസക്കാലം ആയി ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ ഗുരുനാഥൻ വിശ്വനാഥൻ സാറ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഷൺമുഖ കൊക്കാൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ചെണ്ട പരിശീലനം ഇവിടെ ഉണ്ടായത്. അപ്പം ഭംഗിയായി അരങ്ങേറ്റം നടത്തി. ഒരു 10 മാസത്തോളം നമുക്കൊരു ആഘോഷം തന്നെയായിരുന്നു ചെണ്ടപിടുത്തം. ബാലികന്മാരും ബാലന്മാരും പുരുഷഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ചെണ്ട നന്നായി പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ നാട്ടുകാർ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട്. ക്ലബ്ബും പലതരം പ്രതിസന്ധികൾ ഉണ്ടായിരുന്നുവെങ്കിലും നിശ്ചയദാർഢ്യത്തോടെയും ചിട്ടയായ പരിശീലനത്തോടെയും ചെണ്ടമേളം പഠിച്ചെടുക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഇപ്പോൾ പങ്കെടുത്തവരെല്ലാം. ചെമ്പട, അഞ്ചടി, ത്രിപട, രണ്ടടി, പഞ്ചടി, നാലാങ്കാലം. ഇപ്പോൾ കൊട്ടിയപ്പാട് പ്രശ്നമൊന്നുമില്ല. നമ്മ പഠിക്കുന്നത് 2 പഠിക്കുന്നത്. ഇപ്പോൾ നമ്മ 2 മാസം കൂട്ടിയപ്പാട് തുടങ്ങിയത്. ഇപ്പോൾ അരങ്ങേറ്റം ഫെബ്രുവരി 1-നായിരുന്നു. പഠിച്ചപ്പാട് നല്ലതായി. മുടക്കം വരുത്താതെ അതിനവസരവും വേദിയുമൊരുക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ഷൺമുഖ ക്ലബ്ബ് പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, ഉമ്മ.